വളരെ ഗൗരവമേറിയ ഒരു കോടതി ഉത്തരവിൻ്റെ പിൻബലത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ ഒരു നിയമ പോരാട്ടത്തിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. രാഷ്ട്രീയ പ്രേരിതമായി എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അനധികൃതമായി നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമപരമായി നീങ്ങിയിരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കോടതി ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. പവൻ ഗോൾഡ് തിരൂർ എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. പവൻ ഗോൾഡ് തിരൂർ എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. പവൻ ഗോൾഡ് തിരൂർ എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. പവൻ ഗോൾഡ് തിരൂർ എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ എല്ലാ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിടണം എന്ന് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി നഗരസഭയുടെ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ ചില പരാമർശങ്ങൾ നടത്തിയെങ്കിലും അതിനൊന്നും മുഖവിലക്ക് കൊടുക്കാതെ ഞങ്ങളുടെ പരാതി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് താൽക്കാലിക ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. വിജിലൻസിന് ഞങ്ങൾ കൃത്യമായി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരുന്നു. അത് പൂർണ്ണമായും ശരിയാണെന്ന് വിജിലൻസും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. പൊന്നാനിയിലെ അന്നത്തെ സെക്രട്ടറി കെ മനോജിൽ നിന്നും വിജിലൻസ് അന്ന് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗൗരവം എന്തെന്ന് പറഞ്ഞാൽ അന്നത്തെ സെക്രട്ടറിക്കെതിരെയും നടപടിയിലേക്ക് നീങ്ങുന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. നിയമനത്തിനുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ ബാധ്യത സെക്രട്ടറിന് ഈടാക്കുമെന്ന പരാമർശവും ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇത് അനധികൃതമായി കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ഒരു താക്കീതായിട്ടാണ് ലീഗ് നേതൃത്വം കാണുന്നത്. ഞങ്ങൾ അന്ന് തന്നെ UDF സംവിധാനത്തിൽ അന്ന് നിയമപരമായിട്ട് പോകുമ്പോൾ കൃത്യമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷെ അന്നത്തെ ഉദ്യോഗസ്ഥരും ഭരണ നേതൃത്വവും അതിനെല്ലാം പുച്ഛത്തോടെ കാണുകയും UDF നേതൃത്വത്തിന് ഒന്നിനും സാധിക്കില്ല എന്ന വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു. ഞങ്ങളിത് പാർട്ടി ഓഫീസിനോട് സമാനമായ രീതിയിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ മാധ്യമങ്ങളോടും കൗൺസിലിലും ആവർത്തിച്ച് പറഞ്ഞത്. അതിനെല്ലാം ഏറ്റവും കനത്ത പ്രഹരമാണ്
ഈ കോടതി വിധി എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ നഗരസഭ നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഇല്ലാത്ത പക്ഷം തുടർ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇത് കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ അനധികൃത നിയമനങ്ങൾ നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഒരു പ്രഹരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്.